ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായി മാറണം. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ചില മേഖലകൾ ഞാൻ പ്രത്യേകിച്ച് അടുക്കും ചിട്ടയൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് ഡയമെൻഷൻസ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു ആധികാരികത, എന്തുകൊണ്ട് ദൈവവചനം നമ്മൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വചനം വിശ്വസിക്കേണ്ടത്, അതിന് എന്തെങ്കിലും ന്യായങ്ങളുണ്ടോ? അതിന് നമുക്ക് ഒരു വിഷയം എന്നെ ഒത്തിരി സ്വാധീനിച്ച, അല്ലെങ്കിൽ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുവചനം. യോഹന്നാൻ 5:24. ചോദിക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെന്ന് കൈവയ്ക്കുക. പോവല്ലേ? അതായത് എന്നാൽ പിന്നെ അതിനുള്ള ന്യായം ഇവിടെ പറയണം. നിങ്ങളുടെ പുണ്യജീവിതം കൊണ്ട് നിങ്ങൾ പോവോ? എൻ്റെ പുണ്യജീവിതം കൊണ്ട് ഞാൻ പോകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. പോവോ? പിന്നെന്താ പോകാനുള്ളൊരു ഉറപ്പ്? ഇതിന് കർത്താവ് തന്നെ പറഞ്ഞ ചില ന്യായങ്ങളുണ്ട്. ഞാൻ മലങ്കര കത്തോലിക്കനാണ്, ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ്. അതായത് ഈ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ചില വളരെ സൂത്രങ്ങൾ, തന്ത്രങ്ങൾ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും: കർത്താവേ, ഞങ്ങളുടെ മരിച്ചുപോയവരെ നിത്യനരകത്തിന് നീ ഇരയാക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങളുടെ അവയവങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ടെക്നിക്ക്, മനസ്സിലായല്ലോ? അതായത് കർത്താവേ, നിനക്ക് ഞങ്ങളെ നരകത്തിലിടാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങളിൽ കിടക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതാണ് തന്ത്രം. അതായത് മരിച്ചുപോയി കഴിഞ്ഞ, അല്ലെ മരിച്ചുപോയവർ നിത്യനരകാഗ്നിക്കിരയാവാതിരിക്കാൻ തങ്ങളുടെ ശരീരങ്ങളിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നില്ലേ? അതായത് യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മളിൽ കിടക്കുകയാണ്. നമുക്ക് നരകത്തിപ്പാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ചില തന്ത്രങ്ങളുണ്ട്. അതിലെ ഒരു തന്ത്രമാണ് ഞാൻ വായിക്കാൻ പോകുന്ന വചനം. അതായത് വായിച്ച്, യോഹന്നാൻ 5:24. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? എന്നാൽ ഞാൻ സ്വർഗത്തിൽ പോവും. അതായത് ഈ വചനം, എൻ്റെ വചനം നിങ്ങൾ കേൾക്കുകയും എന്നെ അയച്ച പിതാവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള ഒരുവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ, അവന് ശിക്ഷാവിധിയില്ല. അതായത് യിശുവിൻ്റെ വചനത്തെ യേശു ആഗ്രഹിക്കുന്നത് പോലൊരു വ്യക്തി വിശ്വസിച്ചാൽ ആ വ്യക്തിക്ക് ശിക്ഷാവിധി ഇല്ല. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് യേശുവിൻ്റെ വചനത്തെ യേശു ആഗ്രഹിക്കുന്നത് പോലെ സ്വീകരിച്ചാൽ, അതായത് വചനത്തെ വചനം പോലെ സ്വീകരിച്ചാൽ അവന് ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തെ കർത്താവിൻ്റെ വചനമായി സ്വീകരിക്കണം, ദൈവത്തിൻ്റെ വചനമായി സ്വീകരിക്കണം. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്, ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഭൂതകാലം എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് ലോകത്തെ ഉദാത്തമായ സാഹിത്യമെന്ന് പേര് കേട്ട പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശ്വോത്തര എഴുത്തുകാർ, ഷേക്സ്പിയറിനെ പോലുള്ളവർ, അങ്ങനെയുള്ളവരുടെ ഉദാത്തമായ
വിഖ്യാതമായ ക്ലാസിക്കൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊക്കെ അഗാധമായ സൗന്ദര്യമുണ്ട്. നമ്മൾ പറയുന്ന പോലെ ഒന്നുമല്ല, സാഹിത്യമൊന്നും ചവറൊന്നുമല്ല, ഭയങ്കര കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ആഴമായ മുത്തുകൾ എഴുത്തുകാരൻ പോയറ്റ് പ്രവാചകനോളം എത്തുമെന്നാണ് പറയുന്നത്. പോയറ്റിനെ പണ്ട് പ്ലേറ്റോയുടെയൊക്കെ കാലത്ത് കവിയെ പ്രവാചകനായിട്ട് കണ്ടിരുന്നൊരു കാലമുണ്ട്. അതായത് ഇത് നമ്മൾ കാണാത്തൊരു തലം കാണുന്നവനാണ് കവി. കവിതയും കഥയും നോവലിനെയും കലയും സാഹിത്യത്തെയും ഒന്നും പുച്ഛിച്ച് തള്ളരുത്. അതൊക്കെ വളരെ ആഴമുള്ള കാര്യങ്ങളാണ്. അഗാധമായ മുത്തുകൾ, ആഴത്തിൽ നിന്ന് പറക്കിയെടുക്കാവുന്ന മുത്തുകൾ സാഹിത്യത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ക്ലാസ്സിൽ കോളേജിലെ കുട്ടികളെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ചില വരികൾക്കിടയിൽ കിടക്കുന്ന അഗാധമായ നിഗൂഢമായ സൗന്ദര്യം. രചനകളാണതൊക്കെ. അപ്പോൾ അത്രയ്ക്ക് ആഴമുള്ള എഴുത്തുകളുണ്ട്. ഇപ്പം ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അയർലൻഡിൽ നിന്നുള്ള ഒരു എഴുത്തുകാരൻ, അയാളുടെ ഒരു പുസ്തകം വായിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 2-3-4 ദിവസത്തേക്ക് പിന്നെ ഉറങ്ങണമെന്ന് പോലും ഇല്ല. അങ്ങനെയൊക്കെ ഒത്തിരി നിക്ഷേപങ്ങൾ കിടപ്പുള്ള, വീണ്ടും വീണ്ടും നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അഗാധമായ മൊഴിമുത്തുകൾ, ജ്ഞാനമുത്തുകൾ കിടപ്പുണ്ട് വിശ്വസാഹിത്യ രചനകളിൽ. അപ്പോൾ അതിങ്ങനെ എല്ലാം ഒന്നും വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ കുറച്ചൊക്കെ വായിക്കുകയും പിന്നെ കുറച്ചൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം എനിക്ക് കിടപ്പുണ്ട്. പക്ഷെ ഞാൻ വളരെ ഗൗരവമായിട്ട് വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പുസ്തകത്തിൻ്റെ 7 അയലത്ത് നിർത്താൻ ആ വിശ്വവിഖ്യാതമെന്ന് പേരുകേട്ട രചനകളെ 7 അയലത്ത് നിർത്താൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ വാദോരാതെ വചനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു 7 70 അയലത്ത് നിർത്താൻ പറ്റില്ല. അത്രയ്ക്ക് കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. കർത്താവിൻ്റെ വചനം ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിപ്പോൾ നമുക്കൊരു രോഗസൗഖ്യം കിട്ടുന്നതോ അല്ലെങ്കിൽ നമുക്കൊരു ഇരുന്നോ മാത്രമല്ല, എന്തോരം കാര്യങ്ങളായി കിടക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ലേവ്യരുടെ പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം പാപപരിഹാര ദിനമാണ്. പാപപരിഹാര ദിനത്തിൽ 2 ആടുകളെ കൊണ്ടുവരും. 2 ആടുകൾ. ആ 2 ആടുകളെ കൊണ്ടുവരുമ്പോൾ ഒരാടിനെ പ്രധാന പുരോഹിതൻ കൊല്ലും. ഒരാടിനെ പ്രധാന പുരോഹിതൻ കൊന്നിട്ട് അതിൻ്റെ രക്തം എടുത്ത് വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും തളിക്കും. രണ്ടാമതൊരാടുണ്ട്, അതിൻ്റെ പേരാണ് സ്കേപ്പ് ഗോട്ട്. അസസേലിന് വേണ്ടി മാറ്റിവെച്ച ആട് എന്ന് ബൈബിൾ പറയുന്ന സ്കേപ്പ് ഗോട്ട്. ആ ആടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ആടിൻ്റെ മീതെ പ്രധാന പുരോഹിതൻ ആ ആടിൻ്റെ തലയുടെ മേളിൽ ഇങ്ങനെ കൈവച്ചിട്ട് ആ കൊല്ലം ജനം ചെയ്ത എല്ലാ പാപവും ആ ആടിൻ്റെ മീതെ വെച്ച് ചുമത്തും, ഏറ്റുപറയും. ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ പാപവും ഏറ്റുപറയും. അപ്പോൾ ഈ ആടിൻ്റെ ശിരസിന് മീതെ എല്ലാ പാപവും ചുമത്തപ്പെട്ടു. എന്നിട്ട് ഈ ആടിനെ പാളയത്തിന് പുറത്തേക്ക് ഓടിച്ചു വിടും. അങ്ങനെ ഓടിച്ചു വിടുമ്പോൾ ആളുകൾ അതിനെ തല്ലുകയും അടിക്കുകയും ആക്രോശിക്കുകയൊക്കെ ചെയ്താണ് അതിനെ ഓടിച്ചു വിടുന്നത്. ഈ പുസ്തകം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു രംഗം തെളിയും. സ്കേപ്പ് ഗോട്ട്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിൻ്റെ മേൽ പാപം ചുമത്തി എന്നിട്ട് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ആടിനെ ജെറുസലേമിന് വെളിയിലേക്ക് ഓടിച്ചു കൊണ്ടുപോയി. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്തുനിന്ന് ഇങ്ങനെ തെളിഞ്ഞു വരും. അതുകൊണ്ട് 2 വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന് ലോഗോസ്, 2 റേമ. ലോഗോസ്, റേമ. ഞാൻ വളരെ സാധാരണ നിലയിലാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് ഇത്രയും കാലവും. ഞാൻ അടുത്ത ലെവലിൽ അതിൻ്റെ അർത്ഥം പറയാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ബൈബിൾ വായിക്കാതിരിക്കുമ്പോൾ അത് ലോഗോസ്, തുറന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വാക്യം കിട്ടുമ്പോൾ അത് റേമ. അത് സാധാരണക്കാരൻ്റെ അർത്ഥം. അതിനപ്പുറത്തുണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ലോഗോസ് റേമ എന്ന് പറഞ്ഞേ. ലോഗോസ്
റേമ. ഇത് രണ്ടും വചനമാണ്. ഉദാഹരണത്തിന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ വചനത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ലോഗോസ്. മനസ്സിലായി? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലോഗോസ്. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുവിൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റേമ. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റേമ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വചനമെന്ന് ഉപയോഗിക്കുന്നതിന് ഗ്രീക്കിൽ മാറി മാറി ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലോഗോസ്, റേമ, ലോഗോസ്, റേമ. അപ്പോൾ ഈ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവിടെ ലോഗോസാണ്, നിത്യമായ വചനം. വചനമായ പുത്രൻ തമ്പുരാൻ മാംസമായി വസിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, നിത്യനായ വചനം, പുത്രനായ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി എന്നിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ. അത് വെട്ടാനുള്ളതാണ്, അല്ലേ? വെട്ടാനുള്ള ദൈവവചനം എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കാനുള്ളതാണ്, അപ്ലൈ ചെയ്യാനുള്ളതാണ്. അവിടെ ലോഗോസ് അല്ല, റേമ. അവിടെ റേമയാണ്. ഇനി എന്താണ് ശരിക്കുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ലേവ്യരുടെ പുസ്തകം തന്നെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്ന അതാണ്. ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ, ലേവ്യരുടെ പുസ്തകം, നിങ്ങൾ ബൈബിൾ സ്റ്റഡി ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, വേറെ എവിടെയെങ്കിലും നന്നായിട്ട് കിട്ടുമെങ്കിൽ അവിടെ നിന്ന് പഠിക്കുന്നത് നല്ലത്. അതായത് ബൈബിൾ സ്റ്റഡിയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയിട്ട് എൻ്റെ പാറ്റേൺ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ലേവ്യരുടെ പുസ്തകത്തെ പെട്ടെന്ന്, നമ്മൾ ആരും വായിക്കാത്തൊരു പുസ്തകം ഇത്. വായിച്ചിട്ടുള്ളവരൊന്ന് കൈവയ്ക്കുകയെ, ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ളവർ, കള്ളമൊന്നും പറയല്ലേ. വായിച്ചിട്ടുണ്ട് ഇങ്ങനെ, അല്ലേ? ഭയങ്കര ഇഷ്ടമാച്ചാ വായിക്കാം. അങ്ങനെയുള്ള കൈവയ്ക്കുകയെ. വെരി ഗുഡ്, കൈയ്യാത്തിട്ട്. അതായത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ, ഞാൻ ബൈബിൾ വളരെ സീരിയസ് ആയിട്ട് ബൈബിൾ വായിക്കണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങും. ഉൽപ്പത്തി വായിക്കും, പുറപ്പാട് വായിക്കും, ലേവ്യർ 2 അധ്യായം വായിച്ചിട്ട് ഞാൻ പിന്നെ സംഖ്യയിലോട്ട് പോകും. എൻ്റെ പരിപാടി അതായിരുന്നു. അതായത് അതിനകത്തുനിന്ന് എന്നെ കിട്ടാൻ എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ എന്തോരം നിക്ഷേപം അതിനകത്ത് കിടപ്പുണ്ടെന്നറിയാമോ? അപ്പോൾ ഈ ലേവ്യരുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 7 അധ്യായങ്ങൾ 5 ബലികളെക്കുറിച്ച് പറയുന്നതാണ്. എല്ലാം പറയാൻ എനിക്ക് സമയമില്ല, ശ്രദ്ധിച്ചിരിക്കുക. ഞാനതിൻ്റെ ഒരു പാറ്റേൺ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ 7 അധ്യായങ്ങൾ ബലികളാണ്. ഒന്ന് ദഹനബലി, ധാന്യബലി, ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി. ഇങ്ങനെ 5 ബലികളാണ് പറയുന്നത്. അതിന് ആദ്യത്തെ ബലിയാണ് ദഹനബലി, ബേൺഡ് ഓഫറിങ്, ആദ്യത്തെ ബലി. അപ്പോൾ അതിനകത്ത് 3 കാര്യങ്ങളെയാണ് ബലി അർപ്പിക്കുന്നത്. 1 കാള, 2 ആട്, 3 പ്രാവ്. കാള, ആട്, പ്രാവ്. ജെറുസലേം ദേവാലയത്തിൽ കർത്താവ് തട്ടിമറിച്ചിട്ടത്തില്ലേ മേശ? കാള, ആട്, പ്രാവ് എന്നിവ വിറ്റിരുന്നവരെ, നാണയം മാറ്റക്കാരുടെ മേശകളെ. അത് ഈ ദഹനബലിക്കുള്ള കാള, ആട്, പ്രാവിനെയൊക്കെ പള്ളിക്കകത്ത് വിൽപ്പനയ്ക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ദഹനബലിക്ക് 3 മൃഗങ്ങളെ, കാള, ആട്, പ്രാവ്. ഏറ്റവും കാശുള്ളവൻ കാളയെ അർപ്പിക്കും. ഒരു മീഡിയം സാമ്പത്തിക ശേഷിയുള്ളവൻ ആടിനെ അർപ്പിക്കും. ഒട്ടും നിവൃത്തിയില്ലാത്തവൻ പ്രാവിനെ അർപ്പിക്കും. ഇനി ഈ പ്രാവിനെ അർപ്പിക്കുന്ന സമയത്ത് എന്താ ഈ ലോഗോസ്, റേമ, അത് ഞാൻ പറഞ്ഞു തരികയാണ്. ഈ പ്രാവിനെ അർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും. പുരോഹിതൻ ഈ പ്രാവിനെ, ദഹനബലിക്കായി കൊണ്ടുവരുന്ന പ്രാവിനെ അതിൻ്റെ 2 ചിറകിലും പിടിച്ചിട്ട് വലിച്ചു കീറണം. അപ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യും മനസ്സിൽ. 2 ചിറകിലും പിടിച്ച് ഈ പ്രാവിനെ വലിച്ചു കീറണം. പക്ഷേ അതിനെ വേർപെടുത്തരുത്, 2 പീസാക്കരുത്, കീറി ഇങ്ങനെ അങ്ങ് നിർത്തണം. അപ്പോൾ ഒരു പ്രാവിനെ 2 ചിറകിലും പിടിച്ച് ഇങ്ങനെ വലിച്ചു കീറി ഇങ്ങനെ നിർത്തിയാൽ അതിൻ്റെ ഷേപ്പ് എന്താ? കുരിശേ കിടക്കുന്ന കർത്താവിൻ്റെ ഷേപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പ്രാവിനെ വലിച്ചു കീറുന്നത് ഞാൻ വായിക്കുന്നു, എനിക്കത് ലോഗോസാണ്. അങ്ങനെ പ്രാവിനെ വലിച്ചു കീറുന്നത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ 2 കൈയും 2 ചിറകും വിരിച്ച് ഇങ്ങനെ കീറി നിൽക്കുന്ന ഒരു പ്രാവ് എൻ്റെ മനസ്സിൽ വരുന്നു. പെട്ടെന്ന് ഞാൻ ഓർക്കുന്നു, ദൈവമേ, ഇത് കർത്താവാണല്ലോ എന്നോർക്കുമ്പോൾ അതാണ് റേമ. മനസ്സിലായോ? വചനത്തിനകത്ത് കിടക്കുന്ന പൊരുളിൻ്റെ പേരാണ് റേമ. മനസ്സിലാവുന്നുണ്ടോ? വചനത്തിനകത്ത് കിടക്കുന്ന പൊരുളിൻ്റെ പേരാണ് റേമ. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം റേമയിൽ നിന്ന്.
ശ്രദ്ധിക്കാമോ? വിശ്വാസം റേമായിൽ നിന്നെന്ന് വെച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ ആളുകൾക്ക് വിശ്വാസം വരുമെന്നായിരുന്നു അനേക നാളുകളായിട്ടുള്ള എൻ്റെ വിശ്വാസം. പക്ഷേ കുറച്ച് നാളേ ആയുള്ളൂ കർത്താവ് അത് തിരുത്തിയിട്ട്. അതായത് ഒരു സമയത്ത് ഈശോ എനിക്ക് ശക്തമായ ബോധ്യം തന്നു. അതായത് ഈ വിശ്വാസം വളരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ അല്ല. അപ്പോൾ എൻ്റെ ഹ്യൂമൻ ലോജിക്ക് അതിനുമായിട്ട് റെബൽ ചെയ്തു. എന്താണ്? ഞാൻ പറയുകയാണ്, കർത്താവെ അങ്ങനല്ലല്ലോ സത്യം പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇങ്ങനെ ഈ റെയ്നാർഡ് ബോങ്കെ എന്ന് പറയുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മിഷണറിയാണ്. അദ്ദേഹം മരിച്ചിട്ടില്ല, പ്രൊട്ടസ്റ്റൻ്റുകാരനാണെന്നുള്ള ഒരൊറ്റ തെറ്റേ ഉള്ളൂ, ബാക്കി നല്ല മനുഷ്യനാണ്. അതായത് ഈ റെയ്നാർഡ് ബോങ്കെ എന്ന് പറയുന്ന ആ മിഷണറി നൈജീരിയയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ, അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ആ മരിച്ചുപോയ ഭർത്താവിനെയും കൊണ്ട് ആ സ്ത്രീ വന്നു. ഭർത്താവിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് മുമ്പിൽ കിടത്തിയിരിക്കുക. ബോങ്കയ്ക്ക് ഭയങ്കര പേടി, എന്നെ സംഭവിക്കാൻ പോകുന്നത്. ഭർത്താവിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് കൺവെൻഷൻ കിടത്തിയിരിക്കുക. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണ്? ഉയർക്കണം, അല്ല അവനെന്നാ. ഇപ്പം നമ്മൾ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ആരും ഡെഡ് ബോഡി കൊണ്ട് വരാത്ത എന്താ? ഉയർക്കത്തില്ലെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അതുകൊണ്ട് ആരും വരാത്തത്. എന്നാൽ ബോങ്കയുടെയൊക്കെ കൺവെൻഷൻ ആളുകൾ ഡെഡ് ബോഡിയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ്, ഇദ്ദേഹത്തിന് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. ബോങ്കയുടെ കൺവെൻഷന് ലക്ഷക്കണക്കിന് ആളുകളാണ് കൂടിയിരിക്കുന്നത്. അതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ നോക്കും. ദൈവമേ, ഈ സ്ത്രീ ആണെങ്കിൽ ഭയങ്കര വർഷിപ്പ്, ഭയങ്കര പ്രാർത്ഥന, ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഭർത്താവ് മരിച്ചിട്ട് 3 ദിവസമായി. ഭർത്താവിനെയും കൊണ്ട് അവിടെ വന്ന് ഇരിക്കുകയാണ്. ഈ ഭർത്താവ് ശവപ്പെട്ടി കിടക്കാണ്. ബോങ്ക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വേള അതേ ഇങ്ങനെ കണ്ടു, ഈ ഡെഡ് ബോഡിയിൽ ഒരു അനക്കം പോലെ. അദ്ദേഹം സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വലി വലിച്ചു. ആദ്യം രണ്ടാമതൊരു വലിയൂടെ വലിച്ചു. 3 നമ്മുടെ ഒരു കണക്ക്. ഒരു വലിയൂടെ വലിച്ചു. എന്നിട്ട് ആളങ്ങ് എഴുന്നേറ്റു. യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്തോരം ആളുകൾക്ക് ആ ഒരൊറ്റ കാഴ്ച കൊണ്ട് വിശ്വാസം ഉണ്ടായി. അതായത് നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളൊരു കൈ അടിക്കാട്ട്, നിങ്ങൾ അത് അപ്പോൾ മനസ്സിലായില്ലേ? അതായത് ഈ ഒരൊറ്റ കാഴ്ച കൊണ്ട് എത്ര പേര് എഴുന്നേറ്റിട്ടുണ്ടാവും, എത്ര പേരുടെ വിശ്വാസം വളർന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ കർത്താവ് പറയാണ്, അതങ്ങനല്ല. കർത്താവെ, അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, ഇസ്രായേൽ എന്നൊരു ജനതയോളം അത്ഭുതങ്ങൾ കണ്ട ഒരു ജനത ലോകത്തുണ്ടോ? ഇസ്രായേൽ എന്നൊരു ജനതയോളം അത്ഭുതങ്ങൾ കണ്ടൊരു ജനത ലോകത്ത് നിങ്ങൾക്ക് എവിടെ കാണിച്ചു തരാൻ പറ്റും? സഭയിൽ എത്ര അത്ഭുതം നടന്നിട്ടുണ്ടോ? ഇല്ല. തിരുസഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഒരു കടല് മുറിച്ച് ഏതെങ്കിലും മെത്രാൻ അക്കരെ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ടോ? പോയിട്ടില്ല. നോക്കി നിൽക്കെ ഒരു മഹാജനതയ്ക്ക് വേണ്ടി ആകാശത്ത് നിന്ന് സ്വർഗത്തിൻ്റെ അപ്പം പൊഴിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. വലിയൊരു മഹാപർവ്വതത്തിൻ്റെ നടുവിൽ ഒരു മധ്യാഹ്നത്തിൻ്റെ വേവിൽ നിൽക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി പർവ്വതം പിളർന്ന് ജലധാര ഒഴുകിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് തലവേദന നടുവേദനയൊക്കെ മാറിയിട്ടുണ്ടെന്നല്ലാതെ, മാക്സിമം ഒരു തളർവാദ രോഗി എഴുന്നേറ്റിട്ടുണ്ടെന്നല്ലാതെ എന്നെ അത്ഭുതം നടന്നേ. ഞാനൊന്നിനെ വില കുറച്ച് കാണുമൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഫോക്കസ് മാറരുത്. കർത്താവ് പറയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് വിശ്വാസം വളരണമെന്നോ നിലനിൽക്കണമെന്നോ ഇല്ല. ഉദാഹരണം, ചെങ്കടൽ കടന്ന് ഈ മഹാത്ഭുതം കഴിഞ്ഞ് അക്കരെ എത്തിയിട്ടാണ് പട്ടണം ഇല്ലല്ലോടാന്ന് പറഞ്ഞിട്ട് കിടന്ന് വഴക്കെടുന്നത്. കടൽ മുറിച്ച് അക്കരെ എത്തിച്ചവന് ആഹാരം തരാൻ പറ്റുമെന്ന് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ചോദ്യം വരും, കർത്താവേ, അങ്ങനെയാണെങ്കിൽ വിശ്വാസം പിന്നെ എങ്ങനെ വളരും? അതാണ് റോമർ 10:17, വിശ്വാസം കേൾവിയിൽ നിന്ന്. കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള
റേമായിൽ നിന്ന്, റേമ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റേമയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള തർജ്ജമ തെറ്റാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്ന്. റേമ എന്തെന്നറിയാമോ? ഈ പുസ്തകം ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ അതിനകത്തുനിന്നൊരു യേശുക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ നിച്ചാടി എഴുന്നേറ്റിട്ട് ഹല്ലേലൂയാ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കിട്ടുന്ന വിശ്വാസം നാളെ നടുവേദന വന്നാലും, നീ തളർന്നു വീണാലും, നിന്റെ കൊച്ചു മരിച്ചു പോയാലും പോവില്ല, പോവില്ല, പോവില്ല. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായോ? അല്ലാതെ അത്ഭുതം കണ്ടിട്ടുണ്ടായ വിശ്വാസം നാളെ അത്ഭുതം നടന്നില്ലെങ്കിൽ പോവും. അതായത് ഈ ജീവചരിത്രത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് തിരുവെഴുത്തിലൂടെ മനസ്സിലാവും. ഞാൻ എൻ്റെ കഥ പറയുകയാണ്. എനിക്ക് വിശ്വാസം എന്തെങ്കിലും ഒരല്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വചനത്തിൽ നിന്ന് കിട്ടിയതാണ്. അതായത് ഒരു വചനം വായിക്കുമ്പോൾ ദൈവമേ ഇത് അതാണല്ലോ എന്ന് മനസ്സിലാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിശ്വാസം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വചനത്തിലൂടെ വിശ്വാസം. അപ്പോൾ നമ്മൾ ആ വചനത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ് റേമ എന്ന് പറയുന്നത്. ഇതെല്ലാം കർത്താവ് വെളിപ്പെടുത്തിയിട്ട് ഇതെല്ലാം കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സ്കേപ്പ് ഗോട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഒരാട് ആ ആടിനെ കൊല്ലും. മറ്റേ ആടിനെ അതിൻ്റെ ശിരസിന് മീതെ യഹൂദന്മാരുടെ പാപം മുഴുവൻ പ്രധാന പുരോഹിതൻ ഏറ്റുപറഞ്ഞ് ആ പാപം ചുമത്തിയിട്ട് അതിനെ മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടും. ഞാനിങ്ങനെ അതിനെക്കുറിച്ച് വായിച്ച് പോകുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തെന്നറിയാമോ? ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്, എല്ലാ വർഷവും പാപപരിഹാര ദിനത്തിൽ ഈ കുഞ്ഞാടിനെയാണ് മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടുന്നത്. ഈ ആട് ഒരിക്കലും തിരിച്ചു വരില്ല. ഈ ആടിനെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഒരാൾ അതിനെ കൊണ്ടുപോകാനായിട്ടുണ്ട്. ആ ആൾ അതിനെ കൊണ്ടുപോയി ഉപേക്ഷിക്കും. വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കീറും, അല്ലാതെ പോന്ന വഴിക്ക് മരിച്ചു വീഴും. ആ ആട് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ ഒരിക്കൽ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അത് യേശു കുരിശിൽ തറയ്ക്കപ്പെട്ട വർഷമാണ്. ഈ ആട് തിരിച്ചു വന്നു. അതായത് ലോകത്തിൻ്റെ പാപം ചുമത്തപ്പെട്ട, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പാപം ചുമത്തപ്പെട്ട് മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടപ്പെട്ട ആ ആട് തിരിച്ച് നഗരത്തിലേക്ക് വന്നു. അത് ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അത് നമുക്ക് തരുന്നൊരു വിശ്വാസം ഭയങ്കരമല്ലേ. അതായത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി സത്യമാണ്, അക്ഷരം പ്രതി. ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നു. ബലിയർപ്പണത്തിന് അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുത്തതാണ് മല. അബ്രഹാം ചൂസ് ചെയ്തതല്ല. ആണോ? അബ്രഹാം ചൂസ് ചെയ്തതാണോ? ഈ മലയിൽ ഞാൻ അർപ്പിക്കാം എന്ന് പറഞ്ഞാൽ അബ്രഹാം ബലിയർപ്പണത്തിൻ്റെ മല അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുത്തതാണ്, മോറിയ മല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവിടെ ചെന്നിട്ട് ഇസഹാക്ക് ചെറുപ്പമാണ്. ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ചിരുന്നത് ഇസഹാക്ക് ഒരു കൊച്ചു ബാലനായിരുന്നെന്നാണ്. അങ്ങനല്ല. അവൻ്റെ പ്രായമെല്ലാം കൂടെ കണക്കൂട്ടി നോക്കിയപ്പോഴാണ് ഈസ് എ പ്രിറ്റി യങ് മാൻ. അവനൊരു ചെറുപ്പക്കാരനാണ്, ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനാണ്. അവനെ ഇങ്ങനെ മിഠായി വാങ്ങിച്ചു തരാം, ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്നൊന്നും പറഞ്ഞ് പിടിച്ചു കെട്ടാൻ പറ്റില്ല. അവനൊരു നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അബ്രഹാം ഒടുവിൽ ഈ ബലിക്കല്ലിനോട് ചേർത്ത് വെച്ച് കെട്ടി. കൈ ഉയർത്തുന്ന സമയത്ത്, ഈ കത്തി ഉയർത്തുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് പെട്ടെന്നൊരു സ്വരം കേട്ടു, മകൻ്റെ മേൽ കത്തി വെക്കരുത്. അപ്പോൾ അബ്രഹാം ചോദിച്ചു, അപ്പോൾ പിന്നെ എന്തർപ്പിക്കും? തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരാടിനെ അബ്രഹാം കണ്ടു. യു ഹാവ് ടു റീഡ് ദ ഡീറ്റെയിൽസ്. ചുമ്മാ ഒരാടിനെയല്ല കണ്ടത്, മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാട്. ആ വാക്യം നമ്മൾ വായിക്കുകയാണ്, മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരാട്. അങ്ങനെയാണോ അത്? എങ്ങനെയത്? അല്ല, എങ്ങനെയാ അത് വായിച്ചേ?
മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാട്. കുഞ്ഞാടിനെ ദൈവം തരും. അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? ദൈവം തരും. സെയിം മല, മോറിയ മല. അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ തുടങ്ങിയ അതേ മലയുടെ ഇവിടെ അബ്രഹാം ബലി നടത്തി. ഇവിടെ ഒരു കുരിശങ്ങ് പൊങ്ങി. അതേ മല, ആ മലയിൽ ഈ കുരിശിങ്ങനെ പൊങ്ങി. ആ ബലിപീഠം തയ്യാറായപ്പോൾ ചരിത്രത്തിൻ്റെ ഇങ്ങേയറ്റത്ത് നിന്ന് അബ്രഹാം നോക്കുമ്പോൾ തലയിൽ മുൾക്കിരീടം വെച്ച ഒരുത്തൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? റേമ. ആരായിരുന്നു ഈ ആട്? മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ആട്. മുൾക്കിരീടം വെച്ച് മോറിയാമലയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ഈശോ. വിശ്വാസം വരുന്നുണ്ടോ? ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങനെ ബൈബിളിലെ ഓരോ പുസ്തകത്തിൽ നിന്നും ഈശോ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ബൈബിളിൻ്റെ ആധികാരികത. കാത്തലിക് ട്രൂ ഫെയ്ത്ത് അത് കറക്റ്റാണെന്ന് എനിക്ക് പിടികിട്ടിയത് ഞാൻ ബൈബിള് ശ്രദ്ധിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. യഹൂദന്മാർ പാപപരിഹാര ദിനത്തിൽ തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയുണ്ട് വിശുദ്ധ സ്ഥലത്ത്. 12 കേക്ക്സ് ഓഫ് ബ്രെഡ്, 12 അപ്പക്കഷണങ്ങൾ ഈ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും വിശുദ്ധ സ്ഥലത്ത്. ആ അപ്പക്കഷണങ്ങൾ ഒരു തുണിയിൽ ഇങ്ങനെ എടുത്ത് പുരോഹിതൻ പാപപരിഹാര ദിനത്തിൽ ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് കൊടുക്കും. അതാണ് ഈ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം. പിടികിട്ടുന്നുണ്ടോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് തിരുസഭയിൽ ഇന്ന് എന്തെല്ലാം ഉണ്ടോ, ഞാൻ പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ ദേശത്തും പിന്നീട് വന്ന ചില പാരമ്പര്യങ്ങളെക്കുറിച്ചല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. മറിച്ച് സഭ ഒറിജിനലി സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് ഓരോ പ്രാദേശിക സഭകളും ഒഫീഷ്യലായിട്ട് കൊണ്ടു നടക്കുന്ന എല്ലാ ആചാരങ്ങളും അതിന് കൃത്യമായ ബൈബിൾ റൂട്ടുണ്ട് എല്ലാ കാര്യത്തിനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചു വരും. ഈ ബൈബിൾ ഇങ്ങനെ മനസ്സിലാക്കി വരും. വചനം പിടികിട്ടുന്നതിനനുസരിച്ച് വിശ്വാസം വളരും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണത്തിന് ബൈബിളിലെ ലേവ്യരുടെ പുസ്തകത്തിൽ തിരുനാളുകളെ കുറിച്ച് പറയുന്നുണ്ട്. തിരുനാളുകൾ പറയുന്നത് ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായത്തിലാണ്. 23-ാം അധ്യായത്തിൽ തിരുനാളുകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത്, ഒന്നാമത്തെ തിരുനാൾ എന്ന് പറയുന്നത് പെസഹ, രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, മൂന്നാമത്തേത് ആദ്യബല തിരുനാൾ, നാലാമത്തേത് ആഴ്ചകളുടെ തിരുനാൾ, അഞ്ചാമത്തേത് പുതുവത്സര ദിനം, പുതുവത്സര തിരുനാൾ 5, ആറാമത്തേത് പാപപരിഹാര ദിനം, ഞാൻ നേരത്തെ പറഞ്ഞ പാപപരിഹാര ദിനം, അടുത്തത് കൂടാരത്തിരുനാൾ. ഇപ്പോൾ 7 പഠിക്കുക, 7. പിന്നെയുണ്ട് ജൂബിലി ഉണ്ട്, അത് നിൽക്കാം. ശ്രദ്ധിച്ചേ, പെസഹായിക്കാണ്, അതായത് നീസാൻ മാസം 14-ാം തീയതി, നമ്മുടെ കലണ്ടർ അനുസരിച്ച് പറഞ്ഞാൽ ഏപ്രിൽ മാസം 14-ാം തീയതി, നീസാൻ മാസം 14-ാം തീയതിയാണ് പെസഹ. അന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ആടിനെ കൊല്ലുന്നത്. മനസ്സിലാവുന്നോ? നീസാൻ മാസം 14-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈശോ കുരിശിൽ കൊല്ലപ്പെടുന്നത്. പെസഹ യേശുവിൽ പൂർത്തിയായി. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. അതാണ് പെസഹായുടെ സന്ധ്യയിൽ നമ്മൾ പെസഹ വ്യാഴാഴ്ച സന്ധ്യയിൽ ഈശോ മിശിഹ സെഗിയോൻ മാളികയിൽ വെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അത് കാൽവരി ബലിയും വിശുദ്ധ കുർബാനയും ഒരു സംഭവമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പെസഹ 14-ാം തീയതിയാണ്. ശ്രദ്ധിക്കാമോ? പെസഹ 14-നാണ്. 14, 15, 16 ഓൺ ദ 3rd ഡേ. പെസഹ കഴിഞ്ഞ് 3-ാം ദിവസമാണ്. പെസഹ കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് ആദ്യബല തിരുനാൾ. പൗലോസ് ശ്ലീഹ പറയുകയാണ്,
ക്രിസ്തു, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു ആദ്യ ഫലം, പിന്നീട് അവനുള്ളവരും എന്ന് പറഞ്ഞാൽ പെസഹ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായി ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു. അപ്പോൾ വരുമ്പോൾ ഈ തിരുനാൾ യേശുവിൽ പൂർത്തിയായി. യേശുവിൻ്റെ ഉത്ഥാനം. യേശുവിൻ്റെ ഉത്ഥാനം കഴിഞ്ഞ്, ഉയർപ്പ് കഴിഞ്ഞ്, ആദ്യഫല തിരുനാൾ കഴിഞ്ഞ് 7 ആഴ്ച കണക്ക് കൂട്ടണം. 7 × 7 49. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 50, 50-ാമത്തെ ദിവസം, അതാണ് ആഴ്ചകളുടെ തിരുനാൾ. 50-ാമത്തെ ദിവസമാണ് ആഴ്ചകളുടെ തിരുനാൾ. ആ ആഴ്ചകളുടെ തിരുനാളിലാണ് യഹൂദന് നിയമം നൽകപ്പെട്ടത്. പുറപ്പാട് വായിച്ചാൽ മതി. നിയമം നൽകപ്പെട്ടത് ഈ ആഴ്ചകളുടെ തിരുനാളിൻ്റെ അന്നാണ്. അന്ന് നിയമവുമായിട്ട് മോശ ഇറങ്ങി വരുമ്പോഴാണ് താഴെ കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ കാണുന്ന മോശ കൽഫലകങ്ങൾ എറിഞ്ഞുടച്ചിട്ട് ലേവ്യരോട് പറഞ്ഞു, നിയമം തെറ്റിച്ചവരെയെല്ലാം കൊല്ലാൻ പറഞ്ഞു. അന്ന് കൊല്ലപ്പെട്ടവരുടെ കണക്ക് 3000 3000. ഈ ആഴ്ചകളുടെ തിരുനാളാണ് ഉയർപ്പ് കഴിഞ്ഞ് 50-ാം ദിവസം പെന്തക്കോസ്തി. അന്ന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ രക്ഷപ്പെട്ടവരുടെ എണ്ണം 3000. പിടികിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഓരോന്ന് എടുത്താൽ ഇതെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയായി. അത് കഴിഞ്ഞ് പാപപരിഹാര ദിനം. അതിനു മുമ്പ് പാപപരിഹാര ദിനം കഴിഞ്ഞാൽ പിന്നീട് ഇതാണ് ഈ നവവത്സരം എന്ന് പറഞ്ഞാൽ അന്ന് കാഹള ഊതണം. അതാണ് 1 കൊരിന്തോസ് 15:52 നമ്മൾ വായിക്കുന്നത്. അവസാന കാഹളം മുഴങ്ങുമ്പോൾ നാം എല്ലാവരും കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും. ക്രിസ്തുവിൻ്റെ പെസഹ സംഭവത്തിലൂടെ യേശുവിൻ്റെ 2ാം വരവിനെ കുറിച്ചുള്ള തിരുനാളാണത്. ഇനി ആ കാഹള തിരുനാൾ കഴിഞ്ഞാണ് കൂടാര തിരുനാൾ. അതാണ് വെളിപാട് 21 നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടൊപ്പം. ഇതൊക്കെ പിന്നീട് സംഭവിക്കാൻ പോകുന്നതാണ്. ഇങ്ങനെ എല്ലാ തിരുനാളുകളും യേശുവിൽ നിറവേറാൻ പോകുന്നു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ 1-2 ഉദാഹരണങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് ദൈവവചനം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാൻ തുടങ്ങിയാൽ ആ വചനത്തിന് നമ്മൾ എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഓരോ വചനം എടുത്ത് എന്തെങ്കിലും പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ല. വളരെ സീരിയസ് ആയിട്ട് ബൈബിള് വായിക്കാൻ തുടങ്ങണം, ബൈബിള് പഠിക്കാൻ തുടങ്ങണം. അങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ സഭയുടെ വിശ്വാസം മുഴുവൻ വ്യക്തതയോടെ മനസ്സിലാവാൻ തുടങ്ങും, വ്യക്തതയോടെ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ ശക്തമായ ബോധ്യം കിട്ടാൻ തുടങ്ങും. അപ്പോൾ ആ ബോധ്യത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ സംസാരിക്കുമ്പോൾ ജനത്തിനത് സ്വീകാര്യമായിട്ട് മാറും. അപ്പോൾ ദൈവവചനത്തെ വിശ്വസിക്കാം എന്ന് നമുക്ക് പറയാം. നമ്മുടെ മക്കളോട് പറയാം, മക്കളെ ഇത് വിശ്വസിക്കാവുന്ന പുസ്തകമാണ്. നീ വായിച്ച മറ്റ് പുസ്തകങ്ങൾ പോലല്ല ഇത് ഫിക്ഷൻ പോലല്ല, ഇത് വിശ്വസിക്കാവുന്ന പുസ്തകം. ദിസ് ഈസ് എ ട്രസ്റ്റ് വർത്തി ബുക്ക് എവർ റിട്ടൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. ഭൂമിയുടെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വിശ്വസനീയമായ ഗ്രന്ഥമാണിത്. ഹൃദയം തുറന്ന് ഹല്ലേലൂയാ. അപ്പോൾ ശ്രദ്ധയോടെ കേട്ടെ. ഇനി ഇങ്ങനെ ഇഷ്ടംപോലെ കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ ഇഷ്ടംപോലെ കാര്യങ്ങൾ. ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന് ഞാൻ പറയാം. അതായത് യഹൂദൻ്റെ സമാഗമ കൂടാരത്തിന് 3 ഭാഗമുണ്ടായിരുന്നു. മുറ്റം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. മുറ്റം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ മുറ്റം കടന്ന് വേണം ഒരാൾക്ക് വരാൻ. എന്നെ നോക്കിക്കോണേ. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വെച്ചോ. സമാഗമ കൂടാരത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെ നീളത്തിരിക്കുകയാണ്. ഇവിടെയാണെന്ന് വെച്ചോ അതിവിശുദ്ധ സ്ഥലം. ഇവിടെ വിശുദ്ധ സ്ഥലം, ഇവിടെ മുറ്റം. ഇതിന് ഒരു എൻട്രൻസേ ഉള്ളൂ, സൈഡിൽ കൂടെ ഒന്നും വാതിലില്ല. ഇപ്പം നമുക്ക് ഈ ഹോളിൽ കയറാൻ പല വഴിക്ക് വാതിലില്ലേ? അവിടെ വാതിലില്ല. അതിലേ കയറാം, ഇതിലേയും വരാം. ഇപ്പം ഇത് അതിവിശുദ്ധ സ്ഥലമാണെങ്കിൽ ഞാൻ വന്ന് അതിലേ അല്ലല്ലോ, ഞാൻ ഇതിലേ വന്നേ. പക്ഷേ സമാഗമ കൂടാരത്തിന് അങ്ങനെ ഒരു എൻട്രൻസ് ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ഇതിലെ മാത്രമേ വരാൻ പറ്റൂ. അതിവിശുദ്ധ സ്ഥലത്ത് അവിടാണ് ദൈവം. എവിടെ? അതിവിശുദ്ധ സ്ഥലത്ത്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരാൾക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ളൂ വഴി, ഒറ്റ വാതിലേ ഉള്ളൂ. പക്ഷെ ആ വാതിൽ പൂട്ടിയിട്ടില്ല, ലോക്ക്ഡ് അല്ല, എന്ന് വെച്ച് തുറന്ന് വലത്തിയിട്ടിട്ടുമില്ല. കയറേണ്ടവന് തുറന്ന് കയറാം, ലോക്ക് ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കണേ, ലോക്ക് ചെയ്തിട്ടില്ല,
തുറന്നു മലർത്തിയിട്ടിട്ടുമില്ല. ഇതാണ് ഈശോ പറഞ്ഞത്, ഞാനാണ് വാതിൽ. പിതാവിലേക്കുള്ള വാതിൽ ഞാനാണ്. തുറന്നു മലർത്തിയിട്ടിട്ടൊന്നുമില്ല, പൂട്ടിയിട്ടുമില്ല. ഞാൻ വാതിക്കൽ വന്ന് മുട്ടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി വേറൊരു പ്രത്യേകത എന്താണെന്നറിയാം? മുറ്റം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഇത് കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം കിട്ടിയത്. യഹൂദന്മാർ ഈ മുറ്റത്തെ വിളിച്ചിരുന്ന പേര് വഴി, വിശുദ്ധ സ്ഥലത്തെ വിളിച്ചിരുന്ന പേര് സത്യം, അതിവിശുദ്ധ സ്ഥലത്തെ വിളിച്ചിരുന്ന പേര് ജീവൻ. ഈശോ പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് എഴുതപ്പെട്ട വചനത്തിൽ എല്ലാ ദൈവിക രഹസ്യങ്ങളും അടങ്ങിയിരിപ്പുണ്ട്. ഇത് എടുക്കണം, അതിന് ശ്രദ്ധിച്ച് വചനം വായിക്കണം. ഇങ്ങനെ ഇതാണ് റേമ. പിടികിട്ടിയല്ലോ? ഞാൻ പറഞ്ഞു വരുന്ന ആശയം പിടികിട്ടുന്നല്ലോ. നമുക്ക് ഈ വചനം ലോഗോസ് മാത്രം കിട്ടിയാൽ പോരാ, റേമ കിട്ടണം. ആദ്യത്തെ ലെവലിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നത് എന്താണ്? അതായത് നമുക്ക് ആശ്വാസം കിട്ടും, സൗഖ്യം കിട്ടും, സമാധാനം കിട്ടും വചനത്തിൽ നിന്ന്. അത് ഫസ്റ്റ് ലെവൽ. പക്ഷെ അത് അവിടെ നിൽക്കരുത്. എപ്പോഴും ഇങ്ങനെ വചനം തുറന്ന് ആശ്വാസം കിട്ടി അങ്ങനല്ല. അതിനകത്തുനിന്ന് ഇനി വിശ്വാസം വളരണം. അതുകൊണ്ടാണ് ഞാൻ കൂടെ വിക്ടർ ബ്രദറിനെ കുറിച്ച് പറയും. കൊച്ചിയിലുണ്ടായിരുന്ന ബ്രദറാണ് ബ്രദർ വിക്ടർ. അപ്പോൾ വിക്ടർ ബ്രദറിൻ്റെ കൂട്ടായ്മയിലുള്ള പലരെയും പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും എന്നോട് ഈ ദിവസങ്ങളിൽ പലരും എന്നോട് പറഞ്ഞു. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ, യാക്കോബായ സഭയുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ചെന്നപ്പോൾ അവിടുത്തെ പിതാവ് തിരുമേനി എന്നോട് പറഞ്ഞു, അദ്ദേഹം വിക്ടർ ബ്രദറിൻ്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. അദ്ദേഹം ചെറുപ്പമായിരുന്ന സമയത്ത്. വിക്ടർ ബ്രദർ മരിച്ച ദിവസം ഈ ബ്രദറിന് നിർബന്ധം ഉണ്ടായിരുന്നു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. അതുകൊണ്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തം കളഞ്ഞിട്ട് പോകരുത്. അതുകൊണ്ട് വിക്ടർ ബ്രദർ മരിച്ച ദിവസം തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതിനാരേലും പോകണം. അപ്പം അന്ന് എന്നോട് ഈ പറയുന്ന ആ വന്യ ദൈവദാസനോട് ആ കൂട്ടായ്മയിലുള്ളവർ പറഞ്ഞു, നീ തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, വിക്ടർ ബ്രദറിൻ്റെ അടക്കം, ശവസംസ്കാരം നടക്കുന്ന ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന്, ആരും ശുശ്രൂഷയ്ക്കില്ല, എല്ലാവരും ഇവിടെ അടക്കത്തിന് വന്ന് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരച്ഛൻ പറയുന്നു, വിക്ടർ ബ്രദർ വചനം വായിച്ചിരുന്ന ആളാണ്, വചനം പഠിച്ചിരുന്ന ആളാണ്, അതെനിക്ക് ഭയങ്കര മിറാക്കുലസ് ആയിട്ട് തോന്നുന്നു എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചതായിരിക്കും എനിക്ക് വചനം കിട്ടാൻ കാരണം. ഞാൻ പറയാൻ വന്ന അതല്ല. വിക്ടർ ബ്രദർ 10 കൊല്ലമേ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ. 10 കൊല്ലം. അതെന്താ ചെയ്യുന്നറിയാമോ? 18 മാസം 1.5 കൊല്ലം മുറിക്കകത്ത് കഥ കടച്ചിരുന്ന് ബൈബിൾ വായിച്ചു. 1.5 കൊല്ലം. അദ്ദേഹത്തിന് മനസാന്തരം ഉണ്ടാകുന്നു. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നവരോ ചിലപ്പോൾ ആ കൂട്ടായ്മയിലൊക്കെ ഉണ്ടായിരുന്നവരോ ഒക്കെ എതിരഭിപ്രായങ്ങൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാവാം, വിപരീത അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ ഞാൻ ആ മനുഷ്യനിൽ കണ്ടത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഡിയോ കേട്ടു. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഓഡിയോ കേട്ടു. വലിയ മഹാപ്രഭാഷണമൊന്നുമല്ല, ഭയങ്കര ആഴത്തിലേക്ക് പോയി ഒന്നും പൊക്കി എടുത്തുകൊണ്ട് വരുമൊന്നുമല്ല. ഒരു വചനത്തിൽ നിന്ന് വേറൊരു വചനത്തിലോട്ട് പോകും. 1 മണിക്കൂർ വചനം പ്രസംഗിച്ചാൽ 300-ലധികം വചനങ്ങൾ അതിനകത്ത് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോകും. എന്നെ അത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ അങ്ങ് ചങ്കിനകത്ത് കിടക്കുകയാണ്. അതെങ്ങനെ? അപ്പം ഞാനിത് കേട്ടപ്പോഴാണ് ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് വചനം കിട്ടിയത്? അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇതെല്ലാം ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം ഒരു ക്രിമിനൽ ലോയറായിരുന്നു. ഒരുഴപ്പ് ജീവിതം, വലിയ വിശ്വാസിയൊന്നുമില്ല, എന്നാൽ മഹാമോശമൊന്നുമല്ല, ഒരുഴപ്പ് ജീവിതം. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഭാര്യയുടെ നിർബന്ധത്തിന് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കുമ്പസാരിക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു നടക്കുകയാണ്. ഭാര്യയോട് പറഞ്ഞു, നീ അവിടെ പോയി കുമ്പസാരിച്ചു. ഞാൻ അവിടെ പോയി കുമ്പസാരിക്കുന്നത് പറഞ്ഞ് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു മാതാവിൻ്റെ ഗ്രോട്ടോടെ അടുത്ത് പോയി ഇരിക്കുകയാണ്. അതിശക്തമായ ഒരു പ്രകാശം വന്ന് ഒറ്റ അടിയടിച്ചു.
പിന്നെന്താ സംഭവിച്ചതെന്നറിയില്ല. വേർത്ത് കുളിച്ച് ഓടി ഭാര്യ എടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്നു, പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ നാട്ടിലില്ല എന്ന് പറഞ്ഞേര്. മുറി കയറി കഥ കടച്ചു. 1.5 കൊല്ലം ഇരുന്ന് ബൈബിൾ വായിച്ചു. ഞാനൊരു മനുഷ്യനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറയുന്നൊന്നുമല്ല, പക്ഷെ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ പോയിക്കൊണ്ടിരുന്ന അനേകരെ, സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്തിരുന്നൊരു നല്ല വിശ്വാസിയാണ്, സഭയോട് ചേർന്ന് നിന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ പെട്ടിരുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിശക്തമായ ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ബന്ധിച്ചാൽ അവിടെ പിശാച് വിട്ടുപോയി ആൾ താഴെ പോകും. എങ്ങനെ കിട്ടി? വചനം. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനത്തിൽ നിന്നാണ് ഇതങ്ങോട്ട് കയറി വരുന്നത്, വചനത്തിൽ നിന്ന്. ഡൊമിനിക് അച്ഛൻ്റെ സാക്ഷി നിങ്ങൾ കേട്ടിട്ടില്ലേ? രോഗം പിടിപെട്ട് ക്യാൻസർ രോഗം വന്ന് വളരെ ഭാരപ്പെട്ടിരുന്ന സമയത്ത് അച്ഛൻ്റെ ടെസ്റ്റിമണി ഞാൻ കേട്ടത്, അച്ഛൻ പറഞ്ഞത് 2500ഓളം വചനങ്ങൾ കാണാതെ പഠിച്ചു. രോഗം വിട്ടുപോയി, കൈ ഉയർത്തുമ്പോൾ പിശാച് കീഴടങ്ങാൻ തുടങ്ങി. ദൈവവചനം. അപ്പം അതുകൊണ്ട് കൃപയിലും അഭിഷേകത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും എല്ലാം ആരെങ്കിലും വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് പറയാനുള്ള ഷോർട്ട് കട്ട് ഇതാണ്: ദൈവവചനം ശ്രദ്ധയോടെ വായിക്കുക. ദൈവവചനം വായിച്ച് വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുക. ദൈവമേ അങ്ങനോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മുമ്പേ ബാറക്കുമോ ലൈസോ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ആരാധിക്കുന്നു. എല്ലാ യുവതിവാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ദേശം മുഴുവനിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ 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 ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാ
സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. കരമുയർത്തി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ചൊല്ലി വിളിക്കട്ടെ ഈശോയെ. ഈശോയെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഓരോ ജീവിതത്തിലും നിറയാൻ നന്നായി ആഗ്രഹിക്കുക. കർത്താവേ, അങ്ങനെക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ പൂർത്തിയാകേണ്ട അങ്ങയുടെ പദ്ധതി കർത്താവേ, ഞാൻ ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികൾ അവയെല്ലാം പൂർത്തിയാകാൻ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ കരം എൻ്റെ മേൽ വെക്കണമേ. തിരുവോസ്തിയിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഒഴുകണമേ. എന്നെ അവിടുന്ന് വീണ്ടെടുക്കണമേ. സാവൂളിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ എൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വരണമേ. ഞാനൊരു പുതിയ വ്യക്തിയായി മാറണമേ. എന്നെ അടിമപ്പെടുത്തുന്ന ബന്ധനങ്ങൾ, സാംസന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറ് പൊട്ടി വീണതുപോലെ ആ ബന്ധനങ്ങൾ തകരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ഉച്ചത്തിൽ വിളിച്ച ഈശോയെ. ഹൃദയം നൊന്ത് വിളിച്ച ഈശോയെ. തിരുശരീരത്തിൽ നിന്നും തിരുരക്തത്തിൽ നിന്നും ഒഴുകുന്ന ദൈവിക ജീവൻ യുവതിവാക്കന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങണമേ. കാൽവരി കുരിശിൽ നിന്ന് മാനവരാശിയെ വീണ്ടെടുക്കാൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം പുത്രന്റെ രക്തമൊഴുക്കിയത് ഈ ജനത്തിന്റെ മേൽ വിടുതലായി മാറട്ടെ. സകല ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെ ശക്തി കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും സാത്താൻ ഒരുക്കുന്ന കെണികളെയും തകർത്ത് കളയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഈ മക്കളിൽ ഇപ്പോൾ വന്ന് നിറയട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. ആത്മീയ അഭിഷേകം വെളിപ്പെടട്ടെ. വരദാനങ്ങൾ തുറക്കപ്പെടട്ടെ.
നിറയട്ടെ. സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കൃപ നിറയട്ടെ. ദേശദേശാന്തരങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളായി ഈ മക്കളെ മാറട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവർത്തിച്ച് പാടിക്കേ ഹല്ലേലൂയ, എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവരും ഒരുമിച്ച് പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടച്ച് ഈ അഭിഷേകത്തോട് ഉച്ചത്തിൽ പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, പുത്രനേ നന്ദി, റുഹായേ നന്ദി. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി ഓരോരുത്തരെയും കർത്താവിൻ്റെ സ്നേഹം മാടി വിളിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും കടന്നു വരുന്നുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ പൊതുവായ ഒരു അനുഗ്രഹമല്ല, വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പൊതുവായി വർഷിക്കപ്പെടുന്ന ഒരു അഭിഷേകമല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. പെന്തക്കോസ്താ തിരുനാളിൽ ആത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ
അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ പൊതുവായി വന്നു നിൽക്കുന്നതല്ല അവർ കണ്ടത്. അവർ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഓരോരുത്തരുടെ മേലും, ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മകൻ്റെ മേലും, ഓരോ മകളുടെ മേലും ഈ അഭിഷേകം, ഈ ദൈവ സാന്നിധ്യം, കർത്താവിൻ്റെ വാത്സല്യം അത് വന്ന് നിറയുന്നുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് കണ്ണടച്ച് എല്ലാ മക്കളും ദിവ്യകാരുണ്യത്തിൽ നിന്ന് അപരിമയമായ ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും കരുണയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാകാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി പൂർത്തിയാകുവാനായി ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എല്ലാ മക്കളും ഹൃദയത്തിൽ പ്രകാരം പ്രാർത്ഥിക്കണം. മറ്റൊന്നും ശ്രദ്ധിക്കരുത്, ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാവേണ്ട ദൈവിക പദ്ധതി പൂർത്തിയാകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണം പൂർണ്ണമായിരിക്കണം. കർത്താവിനോട് പറയണം, ആ വഴികൾ എനിക്കറിയില്ല, എങ്ങനെയാണ് അങ്ങനിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ എങ്ങനെയുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത് അതെനിക്കറിയില്ല. കർത്താവെ, അങ്ങനെ നയിക്കണം, അങ്ങനെനിക്ക് വഴി തുറന്നു തരണം. ജോബ് 42:2. കർത്താവെ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കണം. ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയത്ത് 2 കരങ്ങളും യേശുവിലേക്ക് തുറന്നു പിടിക്കാം. സ്വർഗത്തിൽ നിന്ന് കൃപയൊഴുകാൻ ആഗ്രഹിക്കാം. ആത്മാവിൻ്റെ ശക്തി ഇറങ്ങാൻ ആഗ്രഹിക്കാം. ദൈവമേ, അങ്ങനെ നയിക്കണമേ എന്ന് ആഗ്രഹിക്കുക. നമ്മൾ വലിയ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ തുറന്നു പിടിച്ച് നിങ്ങൾ ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ദൈവമേ കടന്നു പോകാൻ കൃപ എനിക്ക് തരണം, കൃപ എനിക്ക് തരണം, അഭിഷേകം എനിക്ക് തരണം, ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണം. അത് ആഗ്രഹിച്ച് 2 കരങ്ങൾ തുറന്നു പിടിച്ച് അത് ആഗ്രഹിച്ച് കർത്താവേ, അങ്ങനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാനുള്ള കൃപ എനിക്ക് തരണം, അങ്ങനെ തിരഞ്ഞെടുക്കണം. അങ്ങനെക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി ദൈവമേ അതെന്തു തന്നെയാണെങ്കിലും ആ വഴിയിൽ കടന്നു പോകാനും ജീവിക്കാനുമുള്ള ധൈര്യം തരണം, വഴി തുറന്നു തരണം. ഈ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ